അതോടുകൂടി അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കും. അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട്. പക്ഷെ അള്ളാഹു ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് നമ്മൾ പഠിച്ചത് നമ്മളെ കായിക. അപ്പൊ അത് പിന്നെ അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഒന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല സ്ഥലകാല അതീതനാണ്. അതാണ് സുന്നത്തി ജമാഅത്തിന്റെ അഖീദ. അള്ളാഹുവിന് സ്ഥലമോ സമയമോ ആവശ്യമില്ല. അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നത് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുകയില്ല. അതേ സ്ഥാനത്ത് ആലങ്കാരികമായി പറയാം അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ട്. അതെങ്ങനെ പറയില്ലേ? ഉദാഹരണം, ഒരു മുതലാളി തൊഴിലാളികൾക്ക് പണി ഏൽപ്പിച്ചിട്ട് പോകുമ്പോ പറയും, ഞാൻ ഇവിടെ ഇല്ലാച്ചിട്ടേ നിങ്ങളിങ്ങനെ വയന്നിക്കണ്ട, വേഗം എടുത്തോളി, ഞാൻ ഇവിടെ കണ്ടിട്ടോന്നറിയും. കണ്ടോ? ഇവിടെ പ്രത്യക്ഷം നോക്കിയാല് അതിന്റെ ആദ്യ അവസാനം വൈരുദ്ധ്യമുള്ളൂ. ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങളിങ്ങനെ വയന്നിക്കണ്ട, ഞാൻ ഇവിടെ കണ്ടിട്ടോന്നാ പറഞ്ഞത്. അപ്പൊ ഇല്ലാന്ന് വെക്കണമെങ്കിൽ മൂപ്പരവിടെ കാണാതെക്കണം. അപ്പൊ അവിടെ ഞാൻ ഇവിടെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധ ഇവിടെ ഉണ്ടിട്ടോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്, അല്ലെ? അതുപോലെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് ആലങ്കാരികമായി അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കാഴ്ചയും എല്ലാ സ്ഥലത്തേക്കും ബാധകമാണ്. ഏത് കൂരിരുട്ടിന്റെ ഉള്ളിൽ ഏത് രഹസ്യ ഗോപുരത്തിൽ പോയിരുന്നാലും ശരി, അള്ളാഹുവിന്റെ കാഴ്ചക്ക് വിധേയനായിട്ടല്ലാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് ആലങ്കാരികമായ പ്രയോഗമാണ്. അതേ സ്ഥാനത്ത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു സ്ഥലവും ഇല്ല. അള്ളാഹുവിന് ഒരു സ്ഥലവും ഇല്ല. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒന്നിലേക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എല്ലാ സ്ഥലവും. അള്ളാഹു പടച്ച സ്ഥലമേ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് എവിടെയും ഉള്ളൂ. അള്ളാഹ് പടക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം എവിടെയില്ല. എല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. അള്ളാഹുവിലേക്ക് ഒന്നിനും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു മഖ്ലൂഖിലേക്ക് ആവശ്യമില്ലാത്തവനാണ്. ആ മഖ്ലൂഖിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്ഥലം. അപ്പൊ അള്ളാഹുവിന് സ്ഥലം ആവശ്യമുണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പൊ ചില ആൾക്കാർ അള്ളാഹ് ആകാശത്താണ് എന്ന് പറയുന്നവരുണ്ട്. നഊദുബില്ല. ഓർക്കൊക്കെ അള്ളാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ. ചിലര് പറയണത് അള്ളാഹ് ആകാശത്താണ് എന്നാണ്. എങ്ങനെ സുഹൃത്തുക്കളെ ഇത് പറയാ? കാരണം ആകാശം പടച്ചതാരാ? ഏത് കുട്ടിക്കും അറിയാലോ ആകാശം ആരാണ് പഠിച്ചത്. ആകാശം ആരാണ് പഠിച്ചത്? അള്ളയാണ് ആകാശം പഠിച്ചത്. അപ്പൊ ആകാശം പടക്കണതിന്റെ മുമ്പ് തന്നെ അള്ളല്ലേ ഉണ്ട്. അപ്പൊ അള്ള എവിടെയിരുന്നു? എന്താ ചെയ്യ? അള്ളാഹു തആല അതാ സക്കി ഉസ്താദ് ഇവിടെ അടിച്ചിക്കണ ഈ ഭാരത്ത്. സക്കി ഉസ്താദ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഞമ്മക്കൊരു സമാധാനം. എല്ലാ കിതാബും അൽഹംദുലില്ലാ അപ്പം അങ്ങനെ അടിച്ചു തരും. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കണ്ടോ? ആ കിതാബ് ഒന്ന് നോക്കി നിങ്ങൾ. വഅജ്മഉ അലാ അന്നഹു ലാ യഹ്വീഹി മകാനുൻ വലാ യജ്രി അലൈഹി സമാനുൻ. അള്ളാഹുവിനെ ഒരു സ്ഥലവും അള്ളാഹുവിനെ വലയം ചെയ്യുന്നില്ല. അള്ളാഹു ഒരു സ്ഥലത്തിനും വിധേയനല്ല. വലാ യജ്രി അലൈഹി സമാനുൻ, ഒരു സമയത്തിനും അള്ളാഹു വിധേയനല്ല എന്നതിൽ മുസ്ലിമീങ്ങൾക്ക് ഏകകണ്ഠമായ അഭിപ്രായമാണുള്ളത്. രണ്ടഭിപ്രായ വിഷയത്തിൽ ഇല്ലെന്നെ. അലാ ഖിലാഫി ഖൗലി മൻ സഅമ മിനൽ ഹിശാമിയ്യത്തി വൽ കറാമിയ്യത്തി അന്നഹു മുമാസുൽ ലിഅർശിഹി. എന്നാൽ പരിഗണിക്കപ്പെടാൻ പറ്റാത്ത ഏതാനും ചില ആളുകൾ മാത്രം ഇതിന് എതിരായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അജ്മഉ എന്ന് ആദ്യം പറഞ്ഞിട്ട് അലാ ഖിലാഫി പിന്നെ പറഞ്ഞത്. മനസ്സിലായോ? ഏകകണ്ഠമായ അഭിപ്രായമാണ് മുസ്ലിം ലോകത്തിന് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അലാ ഖിലാഫി മൻ സഅമ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചില ആളുകൾ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓല അഭിപ്രായം പരിഗണിക്കേണ്ടതില്ല. ഓലെന്താ പറഞ്ഞത്? അന്നഹു മുമാസുൽ ലിഅർശിഹി, അള്ളാഹു അർശിൽ തൊട്ടിരിക്കുകയാണ് എന്നാ പറഞ്ഞത്. കണ്ടോ? നാല് വഖദ് ഖാല അമീറുൽ മുഅ്മിനീന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾ പറയണം,
ഇന്നല്ലാഹ തആല ഖലഖൽ അർശ ഇൽഹാറൻ ലിഖുദ്റതിഹി ലാ മകാനൻ ലിദാതിഹി. അല്ലാഹു അർശ് പടച്ചത് എന്തിനാ? ഇൽഹാറൻ ലിഖുദ്റതിഹി, അല്ലാഹുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. ലാ മകാനൻ ലിദാതിഹി, അല്ലാഹുവിന്റെ ദാത്തിന് ഒരു സ്ഥലം ഉണ്ടാകാൻ പടച്ചതല്ല. കണ്ടോ? വഖാല ഐലൻ ഖദ് കാന വലാ മകാന, അർശ് പടക്കുന്നതിന്റെ മുമ്പും അല്ലാഹു ഉണ്ടായിരുന്നല്ലോ. വലാ മക്കാന, അന്നൊരു മക്കാനും ഇല്ലല്ലോ. ഒരു മക്കാനും ഇല്ലാത്ത കാലത്തും അള്ളണ്ടല്ലോ. വഹുവൽ ആന അലാ മക്കാന, ഈ മക്കാനുകളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് അള്ളാഹു എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അന്നും മക്കാൻ ആവശ്യമില്ല, ഇപ്പോഴും മക്കാൻ ആവശ്യമില്ല. അതാണ് സുന്നത്തമായത്തിന്റെ അഖീദ. അപ്പൊ അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയല്ല. പിന്നെ ആലങ്കാരികമായി അള്ളാഹുവിന്റെ നോട്ടം എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാം. അക്ഷരാർത്ഥത്തിൽ അള്ളാഹുവിന് മക്കാനില്ല, അള്ളാഹുവിന് ഒരു മക്കാനും ആവശ്യമില്ല. പുത്തൻവാദികൾ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല, അള്ളാഹ്ക്ക് മക്കാൻ ഉണ്ട് എന്നാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഒരു തെളിവ് പറഞ്ഞു. എന്ത്? അർറഹ്മാനു അലൽ അർശിസ്തവ എന്ന ആയത്തിലുണ്ടല്ലോ, അർശിന്റെ മേലെയാണ് അള്ള ഇരിക്കണെന്നല്ലേ അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിൽ ഏകകണ്ഠമായ അഭിപ്രായമുണ്ട്. മനസ്സിലായോ? മാത്രല്ല അങ്ങനെ അർത്ഥം വെച്ചാൽ ആകെ കുഴങ്ങും. അതുകൊണ്ടല്ല ഇപ്പൊ വഹാബി കുഴങ്ങിയത്. വഹാബി ആകെ കുഴങ്ങിയത് അതുകൊണ്ടാണ്. എന്താ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്? ഇതിനൊക്കെ അർത്ഥം ആവശ്യമില്ലാത്തടത്തൊക്കെ അർത്ഥം വെച്ച് നടന്നു, അതിലാകാണ്ട് കുഴങ്ങി. അതെന്താ കാരണം? അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റാത്തടത്ത് അർത്ഥം വെച്ചു. നിങ്ങൾ നോക്ക്, അള്ളാഹു ആകാശത്തിലാണ് എന്ന് ഹദീസ് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു. പിന്നെ ഒരിക്കൽ വേറെ ഹദീസ് കണ്ടപ്പോ അള്ളാഹു താല ആകാശത്ത് നിന്ന് എല്ലാ രാത്രി ഇറങ്ങി വരുന്നുണ്ട് എന്ന് വേറെ ഹദീസ് കണ്ടപ്പോ അതും അർത്ഥം പറഞ്ഞു. ഇപ്പൊ എന്തായി? ആകാശത്തിലാണ് എന്നായി, ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് കുറച്ചിട്ടോ. അപ്പോഴാണ് വേറെ ഹദീസ് കാണുന്നത്, അതിനർത്ഥം വെച്ചു അള്ളാഹുവിന്റെ വലത്തെ കയ്യിലാണ് ആകാശം ഉള്ളത്. ഇപ്പൊ ആകെക്കൂടെ ഇപ്പൊ എന്തായത്? ആകാശം വലത്തെ കയ്യിൽ ഉണ്ടേനും എല്ലാ ദിവസം ഇങ്ങനെ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടേനും ആ ആകാശത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ എന്താ കാര്യം? ഹദീസിലുള്ളതിന് അർത്ഥം വെക്കേണ്ടത് എങ്ങനെയെന്ന് ഇവർക്കറിയില്ല. ഓലെന്തർത്ഥം വെച്ചു? ഷറഹുൽ അഖായിദ് ഓതിയിട്ടില്ല, അഖീദ പഠിച്ചിട്ടില്ല, കിതാബ് ഓതിയിട്ടില്ല. പിന്നെ ആകെ പഠിച്ചത് എന്താ? അഫ്ളലുൽ ഉലമ. ആകെ പഠിച്ചത് ആ ഉലമയാണ്. ആ ഉലമ പഠിക്കുമ്പോ പോക്കറ്റിൽ വെക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ഡിക്ഷണറി ഉണ്ട്, വാങ്ങിയിട്ടുണ്ടാവും. ആ ഡിക്ഷണറിയിൽ നോക്കിയിട്ടാണ് ആയത്തിനും ഹദീസിനും അർത്ഥം വെക്കുന്നത്. പിന്നെ എങ്ങനെ ശരിയാകുക? അപ്പൊ ഒന്നിന് അങ്ങനെ അർത്ഥം വെച്ച്, കാരണം ഫിസ്സമായി എന്നാണ് ആകാശത്തിൽ നിന്ന് അർത്ഥം വെച്ച്. അതേമാതിരി തന്നെ ഇപ്പുറത്ത് കണ്ടപ്പോ അലൽ നർസി, അർശിന്റെ മേലെ അർത്ഥം വെച്ചു. പിന്നെ നോക്കുമ്പോ അള്ളാഹു തആല വലത്തെ കയ്യിൽ ആകാശം പിടിച്ചിരിക്കുകയാണ്, അപ്പുറത്ത് അർത്ഥം വെച്ച്. അപ്പൊ നേരത്തെ അർത്ഥം വെച്ചതോ ആകാശത്തിലാണ് അള്ളാഹ് എന്നുള്ളത് അത് ആലോചിച്ചില്ല, അത് മറന്നുപോയില്ല. മട്ടൽമ ചൂട്ടിയമാതിരിയുള്ളോ, അരണന്റെ ഓർമ്മയുള്ളോ? അതാണ് ആകെയുള്ള പ്രശ്നം. അപ്പോഴേക്ക് അത് മറന്നുപോയി. ഇങ്ങനെ മറക്കണോനെ ദീൻ പറയാൻ പറ്റൂല കൂട്ടരെ. അതാണ് ആകെയുള്ള പ്രശ്നം. അതുകൊണ്ട് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിന് അവയവുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട, അള്ളാഹുവിന് സ്ഥലമുണ്ടെന്ന് പറയാൻ നിൽക്കണ്ട. അള്ളാഹുവിന് സ്ഥലമില്ല, കയ്യും കാലുമില്ല, അവയവങ്ങളില്ല. അള്ളാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അള്ളാഹു ഒന്നും ആവശ്യമില്ലാത്തവനാണ്. നമ്മളെപ്പോലെ കാണണമെങ്കിലും കേൾക്കണമെങ്കിലും കയ്യും കാലും അവയവങ്ങളും അള്ളാഹുവിന് ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും അവനിലുണ്ട്, എല്ലാ സിഫാത്തുകളും, എല്ലാ പരിശുദ്ധിയുടെ സിഫാത്തുകളും അള്ളാഹുവിലുണ്ട്. അവയവങ്ങളിലേക്ക് അള്ളാഹുവിന് ആവശ്യമില്ല, സ്ഥലം അള്ളാഹുവിന് ആവശ്യമില്ല. അതാണ് സുന്നത്യമായത്തിന്റെ അഖീദ. സുഹൃത്തുക്കൾക്ക് ഓർമ്മ ഉണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് STVയിൽ ഒരു സംവാദം നടന്നിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ STVയിൽ നടക്കുന്ന സംവാദങ്ങളുടെ തുടക്കമാണത്, ഏതാണ്ട് തുടക്കം. ആദ്യത്തെ സംവാദമാണെന്ന് എനിക്കറിയില്ല. അന്നത്തെ വിഷയം അള്ളാഹു എവിടെയെന്നായിരുന്നു. അള്ളാഹു എവിടെ? അന്ന് പുത്തൻവാദികൾ വാദിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് ആകാശത്തിന്റെ അപ്പുറത്താണ് എന്നാ. ആകാശത്തിലാണെന്നല്ല, ഇപ്പോഴേക്കും ആകാശത്തൊക്കെ വിട്ടിക്കണ്. ഗവേഷണം നടക്കല്ലേ, അതല്ലേ രസം. ആകാശത്തിൽ നിന്നോ പറഞ്ഞത്. നമ്മളെ സംവാദത്തിൽ ഒരു വിഷയം പറഞ്ഞത് അള്ളാഹു ആകാശത്തിന്റെ അപ്പുറത്താണ് എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഗലീലിയോന്റെ ടെലസ്കോപ്പ് പോലെ
പുതിയ ഏതൊരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചിരിക്കണമെന്ന് നമുക്ക് മനസ്സിലായത്. കാരണം ഗവേഷണം മൂത്ത് ഇപ്പൊ ആകാശത്തിന്റെ അപ്പുറത്താണെന്നാണ് അന്ന് വാദിച്ചിരുന്നത്. അങ്ങനല്ലേ വാന നിരീക്ഷകരൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയത്? അങ്ങനെയാണല്ലോ, മെല്ലെ കണ്ടെത്തിയതാണല്ലോ. ഇപ്പതാ മിഞ്ഞാന്ത പത്രത്തിൽ സൗരയുധത്തിന്റെ അപ്പുറത്ത് 170-ലധികം പുതിയ ഗ്രഹങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തി എന്നാ പറയുന്നത്. 170-ലധികം പുതിയ ഗ്രഹങ്ങളെ സൗരയുധത്തിന്റെ അപ്പുറത്തുണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് കണ്ടെത്തിയ വിവരം ഇപ്പൊ പുറത്തു വന്ന്, മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ കണ്ടെത്തിയേ ഉള്ളൂ. അള്ളാനെ കണ്ടെത്താൻ പോയിട്ട് അള്ളാന്റെ പടപ്പുകളെ കണ്ടെത്തി തീർന്നിക്കണോ കൂട്ടരെ? എന്നിട്ട് ഞങ്ങൾ ടെലസ്കോപ്പ് വെച്ച് അള്ളാനെ നോക്കാൻ നിൽക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ആയത്തിന് അർത്ഥം വെച്ചാല്, ഹദീസിന് അർത്ഥം വെച്ചാല്, ആ ആയത്തിലും ഹദീസിലും വൈരുദ്ധ്യം തോന്നിപ്പിക്കുന്ന വിധം അതിനെ പരസ്യമായി ഇകഴ്ത്തുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ നടപടി ഇസ്ലാമിന് വളരെ ശക്തമായ രീതിയിൽ, വളരെയധികം മോശമായ രീതിയിൽ പൊതുസമൂഹത്തിനിടയിൽ ചിത്രീകരിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് അത്തരം കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധിക്ക് കോട്ടം വരുന്ന വിശ്വാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധിക്ക് കോട്ടം വരുന്ന വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന പുത്തൻവാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു നമ്മുടെ ഖൽബിന് ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇനി കൂടുതൽ അതുമായി ബന്ധപ്പെട്ടോ മറ്റോ ചോദ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പറയാം.